भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. നവരാത്രിയുടെ ധന്യതയാർന്ന ദിവസങ്ങളിൽ 6-ാമത്തെ ദിവസമായ ഇന്ന് യശശരീരനായ എൻ്റെ അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരി എഴുതിയ അമ്മയ്ക്കെൻവിളി എന്ന കീർത്തനമാണ് ഇവിടെ ഇന്ന് പാടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ജീവിതയാത്രയിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയിൽ, ആ ശോകങ്ങൾക്കിടയിൽ അച്ഛൻ്റെ ഉള്ളിൽ മുട്ടിട്ടു വന്ന ശ്ലോക പൂക്കളാണ് ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ, മക്കൾ ചെയ്തതു തെറ്റായാലും മാതാവിന്നതു മാപ്പാക്കരുതേ. അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ, മക്കൾ ചെയ്തതു തെറ്റായാലും മാതാവിന്നതു മാപ്പാക്കരുതോ. ബാധയൊഴിക്കാൻ ബോധം നേടാൻ നിന്നരികത്തു ഭജിപ്പവർ ഞങ്ങൾ, അമ്മേ അമ്മേ എന്നു വിളിച്ചാൽ അരികത്തെത്താൻ താമസമരുതേ. അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ. ഭക്തന്മാരുടെ ഉള്ളിലെ സത്തെ ഭക്തിക്കഭിരുചിയേകും വിത്തെ, മഞ്ഞളണിഞ്ഞു മനോഹരിയായി തെളിയൂ തെളിയൂ മുന്നിൽ തെളിയൂ. അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ. ചോറ്റാനിക്കര വാഴും ദേവി ചേതോഹാരിണിയായ മനോജ്ഞെ, നിന്നോടുണ്ടൊരു ചോദ്യമെനിക്ക് ഉത്തരമരുളാൻ താമസമരുതേ. കഥനക്കടലിൻ തിരമാലകളിൽ കര കാണാതെ വിളിച്ചു കരഞ്ഞാൻ, അമ്മേ ചോറ്റ
ചോറ്റാനിക്കരയമ്മേ അമ്മേ കദനക്കടലിൻ തിരമാലകളിൽ കര കാണാതെ വിളിച്ചു കരഞ്ഞാൽ കാരുണ്യക്കടൽ നാഥേ നിന്നെ കണ്ടുപിടിച്ചാൽ മോക്ഷം തരുമോ? അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ? അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ. മക്കൾ ചെയ്തതു തെറ്റായാലും മാതാവിന്നതു മാപ്പാക്കരുതോ? അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്രേ ഭഗവതി അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്രേ ഭഗവതി അമ്മയ്ക്കൻ വിളി കേൾക്കില്ലെന്നോ? അമ്മേ നിന്നുടെ മകനല്ലേ ഞാൻ. അമ്മേ ചോറ്റാനിക്കരയമ്മേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 794 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 11ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലക്ഷണഭേദങ്ങളെക്കുറിച്ച് പറയുകയാണ് ഭഗവാൻ. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷ്യന്യം വദാമി തേ വിരുദ്ധധർമ്മിണോസ്താത സ്ഥിതയോരേകധർമ്മിണി. അഥ താത അതിനുശേഷം ഹേ പുത്ര അല്ലെങ്കിൽ ശിഷ്യ, ഏകധർമ്മിണി ഒരേ ധർമ്മമുള്ളതിൽ സ്ഥിതയോ ഇരിക്കുന്നവരും വിരുദ്ധധർമ്മിണോ അന്യോന്യം വ്യത്യാസമുള്ള ധർമ്മങ്ങളുമുള്ള ബദ്ധസ്യ മുക്തസ്യ ബദ്ധൻ്റെയും മുക്തൻ്റെയും വൈലക്ഷണ്യം ലക്ഷണത്തിലുള്ള ഭേദത്തെ തേ വദാമി നിനക്കായിട്ട് പറഞ്ഞു തരാമെന്നാണ്. ഒരാൾക്ക് ബന്ധനവും മുക്തിയും ഉണ്ടാവും എന്ന് ഉപദേശിച്ചു. ഇനി ബദ്ധൻ്റെയും മുക്തൻ്റെയും ഭേദത്തെ പറ്റിയുള്ള ചോദ്യം ഉണ്ടായി. അതിനുള്ള മറുപടി പറയാണ്. ബദ്ധമുക്തന്മാരെ കുറിച്ച് പറയുന്നതും ജീവേശ്വരന്മാരെ കുറിച്ച് പറയുന്നതും ഒന്നായതുകൊണ്ട് ഇവിടെ ബദ്ധനും മുക്തനും എന്ന് പറയുന്നത് ഇവിടെ ജീവനും ഈശ്വരനുമാണ്. ഭേദം 2 വിധത്തിൽ. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം, ഉപാധിയുടെ ഭേദം കൊണ്ട് ജീവന്മാർക്ക് തമ്മിലുള്ള ഭേദം, ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദത്തെയാണ് 2 ശ്ലോകങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഉണ്ടാവുക നശിക്കുക എന്ന ഗുണം ശരീരം ഉള്ളവർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരേ ധർമ്മമുള്ള ശരീരത്തിൽ അന്യോന്യം വിരുദ്ധമായ ധർമ്മങ്ങളുള്ള ജീവനും ഈശ്വരനും ഇരിക്കുന്നു. അത് തമ്മിലുള്ള ഭേദത്തെ ഒരു ഉപമയോടുകൂടി പറയാണ്. സുപർണാവേതൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതോ കൃതനീഡൗ ച വൃക്ഷേ ഏകസ്തയോ ഘാതതി പിപ്പലാന്നമന്യോ നിരന്നോപി ബലേന ഭൂയാത്. സദൃശൗ ച സഖായോ തുല്യന്മാരും കൂട്ടുകാരുമായിരിക്കുന്ന യദൃച്ഛയായി വൃക്ഷേ ഒരു വൃക്ഷത്തിൽ കൃതനീഡൗ ച കൂട് ഉണ്ടാക്കിയിരിക്കുന്നതുമായ ഏതൗ സുവർണവും 2
പക്ഷികൾ ഉണ്ട്. തയോ ആ രണ്ടുപേരിൽ ഏക ഒരുവൻ പിപ്പലാന്നം ഘാതതി ആലിൻ്റെ പഴത്തെ ഭക്ഷിക്കുന്നു. അന്യ മറ്റേതോ നിരന്ന അപി ഒന്നും ഭക്ഷിക്കുന്നില്ല എങ്കിലും ബലേന ഭൂയാൻ ശക്തി കൊണ്ട് കൂടുതൽ കേമം ഈ ഭക്ഷിക്കാത്തവനാണ് എന്ന് പറയുന്നു. ഇപ്പം ജീവേശ്വരന്മാരുടെ വിരുദ്ധധർമ്മങ്ങളെ കാണിക്കുകയാണ്. ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ, ശരീരത്തിലിരിക്കുന്ന ജീവനും ഈശ്വരനും. വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ വേറിട്ടവരാണ്, വൃക്ഷധർമ്മത്തെ പ്രാപിക്കാത്തവരും ആയിരിക്കുന്നത് പോലെ ദേഹസ്ഥിതന്മാരായിരിക്കുന്ന ജീവനും ഈശ്വരനും ദേഹവിലക്ഷണന്മാരായിട്ട് ആദ്യം കണക്കാക്കണം. രണ്ട് പക്ഷികളിൽ ഒന്നിന് മറ്റൊന്നിനോടുള്ള സാദൃശ്യം, ഏകദേശം കൊണ്ടുള്ള ഭേദം ജീവേശ്വരന്മാർ തമ്മിലും ഇതേപോലെ കാണുന്നതാണ്. ശരീരമാകുന്ന വൃക്ഷത്തിൽ, ഹൃദയമാകുന്ന കൂട്ടിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു. മായ കൊണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യദൃച്ഛയ ഇവിടെ ഇരിക്കാനിടയായെന്ന് പറഞ്ഞത്. അതിൽ ഒരു ജീവനാകുന്ന പക്ഷി ശരീരവൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ പിപ്പലാന്നം അതിനെ അനുഭവിക്കുന്നു പ്രാരബ്ധമനുസരിച്ച്. മറ്റേയാളോ ഈശ്വരൻ ഫലങ്ങൾ അനുഭവിക്കുന്നില്ല, ജന്മാദികളില്ലാത്തത് കൊണ്ട് കർമ്മബാധയില്ല, എങ്കിലും ബലം ജീവനേക്കാൾ കൂടുതൽ ഈശ്വരനാണ് എന്ന് കാണിക്കുന്നു. ഈശ്വരൻ പരമാനന്ദ സ്വരൂപനാണ്. ഒരു പക്ഷി ഉണ്ടുകൊണ്ടും മറ്റേത് കണ്ടുകൊണ്ടും ഇരിക്കണു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉണ്ടവനല്ല ബലവാൻ, കണ്ടിരിക്കുന്നവനാണ് കൂടുതൽ ശക്തൻ എന്ന്. ദ്വാ സുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്യനശ്നന്യോഭിചാകശീതി എന്ന് പറയുന്നു. രണ്ട് പക്ഷികൾ, അതിൽ ഭക്ഷണം കഴിക്കാത്തവനാണ് കൂടുതൽ ശക്തൻ, ഈശ്വരനാണ് കൂടുതൽ ശക്തൻ എന്ന് ചുരുക്കം. കർമ്മഫലങ്ങളൊന്നും ഈശ്വരൻ അനുഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദ യോ വിദ്യയായുക്സതു നിത്യബദ്ധോ വിദ്യാമയോ യസതു നിത്യമുക്ത. അപിപ്പലാദ ആലിൻപഴം കഴിക്കാതിരിക്കുന്നവനും എന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കാത്തവൻ, അനുഭവിക്കാത്തവൻ. വിദ്വാൻ വിദ്വാനായ സ അവൻ ആത്മാനം അന്യം ച തന്നെയും അന്യനെയും വേദ അറിയുന്നു. പിപ്പലാദ കായ് തിന്നുന്നവനോ നതു വേദ അറിയുന്നില്ല. യാതൊരുത്തൻ അവിദ്യയായുക്ക് അവിദ്യയുമായി യോജിച്ചിരിക്കുന്നു. സ അവൻ നിത്യബദ്ധ എന്നും കെട്ടിൽ പെട്ടുകിടക്കുന്നവളാണ്. വിദ്യാമയ വിദ്യാസ്വരൂപനോ യാ സതു അവനാകട്ടെ നിത്യമുക്ത എന്നും മുക്തനാണ്, അവന് ഒരിക്കലും അസ്വാതന്ത്ര്യമില്ല. ഭക്ഷണമില്ലാതിരിക്കുന്നവൻ അശക്തനാവനാണ് പതിവ്. ഇവിടെ അധികം ബലവാനാണ്. കാരണം എന്താ? ബലത്തിൻ്റെ സ്വരൂപം കാണിക്കുകയാണ്. ശരീരമാകുന്ന ആത്മരത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളാകുന്ന ഭക്ഷണം, സുഖദുഃഖങ്ങൾ അത് അനുഭവിക്കണു ജീവൻ. ഈശ്വരൻ അത് അനുഭവിക്കുന്നില്ല. ഈശ്വരന് തന്നെ അറിയാം, തൻ്റെ കൂട്ടുകാരനായ ജീവനെയും അറിയാം. ഫലങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനോ തൻ്റെ തന്നെ സ്വരൂപത്തെ അറിയുന്നില്ല. അറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് അവിദ്യയായുക്ക് അവിദ്യയുമായി ചേർന്നിരിക്കണു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈശ്വരൻ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ഈശ്വരൻ, വേദോ നാരായണ സാക്ഷാൽ, അറിവ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. വിദ്യയാകുന്ന ഉപാധിയോടുകൂടി ചേർന്നു, അതുകൊണ്ട് സർവജ്ഞനാണ്. മറ്റേയാൾ അജ്ഞനാണ് അല്ലെങ്കിൽ അല്പജ്ഞനാണ്, ഇവിടെ സർവജ്ഞനാണ്. ശരീരത്തോട് ചേർന്ന് അല്പജ്ഞനായിരിക്കുന്ന ജീവൻ ശരീരധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കണു, ദുഃഖിക്കണു, ആനന്ദമില്ലാതെയാവുന്നു, സ്വരൂപത്തെ അറിയുന്നില്ല. ഇതാണ് പാരതന്ത്ര്യം അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം, ബന്ധനം എന്ന് പറയുന്നത്. എന്നാൽ കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ ഉണ്ടിരിക്കുന്നവനെ പോലെയല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷിയായ ഈശ്വരൻ ഭഗവാൻ ബലവാനാണ്, ജ്ഞാനസ്വരൂപനാണ്. മായാകാര്യങ്ങൾക്ക് ഈശ്വരനെ മറയ്ക്കാൻ ശക്തിയില്ല. ഇന്ദ്രജാലക്കാരൻ പ്രയോഗിക്കുന്ന വിദ്യ കൊണ്ട് മറ്റുള്ളവർ മോഹിക്കുമെങ്കിലും ആ ഇന്ദ്രജാലക്കാരനൊരു മോഹം ഉണ്ടാവില്ല. അയാൾക്കറിയാം ഇതൊക്കെ ഞാൻ കാണിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്.
ഇതേപോലെ ഈശ്വരന് ശരീരകൃതമായിരിക്കുന്ന ബന്ധനം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നും സതു നിത്യമുക്ത, എന്നും മുക്തനാണ്. ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ്യഥോദ്ധിത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. വിദ്വാൻ സ്വപ്നാദ് ഉദ്ധിത യഥാ. അറിവുള്ളവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ദേഹസ്ഥ അപി, ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും ന ദേഹസ്ഥ, ദേഹസ്ഥനല്ല. കുമതി, അറിവില്ലാത്തവനോ, ആ കുബുദ്ധിയായിട്ടുള്ള ആള് സ്വപ്നദൃഗ്യഥ, സ്വപ്നം കാണുന്നവനെ പോലെ അദേഹസ്ഥാപി, ദേഹത്തിലിരിക്കുന്നവനല്ലെങ്കിലും ദേഹസ്ഥനാണ്. ഇവിടെ പറയുകയാണ് ജീവേശ്വര ഭേദം വർണ്ണിക്കുന്നു. ജീവന്മാർക്ക് തമ്മിലുള്ള സാമ്യം കാണിക്കുകയാണ് ആദ്യം. ഇപ്പം ജീവന്മാർക്ക് തമ്മിലുള്ള ഭേദം 10 ശ്ലോകങ്ങളെ കൊണ്ട് കാണിക്കുന്നു. ശാസ്ത്രാഭ്യാസനം, സജ്ജന സംസർഗം, ആത്മതത്വത്തിലേക്ക് ഒരു വിദ്വാൻ എത്തുന്നു. അങ്ങനെ സംസ്കാരവശാൽ ദേഹത്തിലിരിക്കുന്നവനാണെങ്കിലും ദേഹാഭിമാനമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ദേഹസ്ഥനെന്ന് അയാളെ പറയാൻ സാധിക്കില്ല. ഉറക്കം തീർന്നു കഴിഞ്ഞാൽ, ഉണർന്നാൽ സ്വപ്നകാര്യങ്ങളെ ആലോചിക്കുമ്പോൾ മുമ്പ് കണ്ട സ്വപ്നാവസ്ഥയിലിരിക്കുന്നയാളാണെങ്കിലും സ്വപ്നം കാണുമ്പോഴുണ്ടായിരുന്ന സുഖദുഃഖാനുഭവങ്ങളോ വ്യാമോഹങ്ങളോ ഒന്നും അയാളെ അപ്പോൾ ബാധിക്കുന്നില്ല. അപ്പം സംസാരമാകുന്ന ദീർഘസ്വപ്നത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് സംസാരത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ബാധിക്കില്ല. അറിവില്ലാത്തവൻ, ദേഹത്തിലിരിക്കുന്നവനല്ലെങ്കിൽ പോലും ദേഹാഭിമാനം, വിഷയാസക്തി, ദേഹജന്യ സുഖദുഃഖങ്ങളിൽ മോഹം, അങ്ങനെ ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് അയാൾ ദേഹസ്ഥനാണ്. ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ സ്വപ്നപദാർത്ഥങ്ങളെ അനുഭവിക്കുന്നവനോ അല്ലെങ്കിൽ ആ സുഖദുഃഖങ്ങളെ അതുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനോ അല്ല. നിദ്രാദോഷം കൊണ്ട് ഈ പരമാർത്ഥ ജ്ഞാനം അപ്പോഴില്ല, സ്വപ്നത്തിൽ കാണുന്നു, സ്വപ്നത്തിന് കീഴടങ്ങി അതൊക്കെ തോന്നുന്നു, അത് കഴിഞ്ഞ് ഉണരുമ്പോൾ അതെല്ലാം മറക്കുന്നു. ഇത് ഇവിടെ അജ്ഞാനിക്കുള്ള ബന്ധനമാണ്. അതുകൊണ്ട് ജീവികളിൽ വെച്ച് അറിവുള്ളവൻ മുക്തൻ, അറിവില്ലാത്തവൻ അജ്ഞൻ, ബദ്ധൻ. ഇന്ദ്രിയൈരിന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച ഗൃഹ്യമാണേഷ്വഹം കുര്യാൻ ന വിദ്വാൻ യസ്ത്വവിക്രിയാം. ഗുണൈ ഇന്ദ്രിയൈ, ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങളാൽ, ഗുണേഷു ഇന്ദ്രിയാർത്ഥേഷു, ഗുണകാര്യങ്ങളായ വിഷയങ്ങൾ, ഗൃഹ്യമാണേഷു, ഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്വാൻ, അറിവുള്ളവൻ, ന അഹം കുര്യാൻ, ഒരിക്കലും ഞാനാണ് ഇത് ചെയ്തത് എന്ന അഹങ്കാരം ഉണ്ടാവില്ല. യതു, യാതൊരുത്തനാകട്ടെ അവിക്രിയ, വികാരങ്ങൾ ഇല്ലാത്തവനുമാണ്. ബദ്ധനും മുക്തനും തമ്മിലുള്ള ഭേദം പ്രത്യേകമായിട്ട് പറയുകയാണ്. ഇപ്പം കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളായ രൂപാദികളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവുന്നു. കണ്ണുകൊണ്ട് ഇന്നത് കണ്ടിട്ട് കണ്ണ് നമ്മുടെ ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതാണ്. അപ്പോൾ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവുന്നു. അറിവുള്ളവൻ ഈ പ്രവൃത്തികൾ താനാണ് നടത്തുന്നത് എന്ന് അഹങ്കരിക്കില്ല. ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗുണകാര്യങ്ങളായി തന്നെ ഇരിക്കുന്ന വിഷയങ്ങളോട് ചേരുകയും പിരിയുകയും ചെയ്യുന്നതല്ലാതെ തനിക്കതിൽ ഒരു കർത്തൃത്വവും ഇല്ല എന്ന് അറിവുള്ളവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദാദി വിഷയങ്ങളെ ആഗ്രഹിക്കാറില്ല. ആഗ്രഹം ഒന്നിലുമില്ലാത്തത് കൊണ്ട് ഒരു വികാരവും അയാളെ ബാധിക്കുന്നില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജത്തെ. ഗീതയിൽ പറയുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരവും അഭിമാനവും വികാരവും ഇല്ലാതിരിക്കുന്നത് ആരുടെ ലക്ഷണമാണ്? മുക്തൻ്റെ ലക്ഷണമാണ്. ബദ്ധനോ, ബദ്ധന അഹങ്കാരം ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, വികാരങ്ങളും ഉണ്ടാവും. ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണ വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യത്തെ. ദൈവാധീനേ, കർമ്മത്തിന് അധീനമായിരിക്കുന്ന അസ്മിൻ ശരീരേ, ഈ ദേഹത്തിൽ, വർത്തമാന ഇരിക്കുന്ന, അബുധ ബുദ്ധിയില്ലാത്തവൻ, അറിവില്ലാത്തവൻ, ഗുണഭാവ്യേന കർമ്മണ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മം കൊണ്ട്, തത്ര കർത്താ അസ്മി ഇതി അതിൽ ഞാൻ കർത്താവാണ് എന്ന്
നിബധ്യത്തെ ബന്ധിക്കപ്പെടുന്നു. അറിവില്ലാത്തവൻ്റെ ബന്ധലക്ഷണം. ആദ്യം മുക്തൻ്റെ ബന്ധലക്ഷണത്തെ പറഞ്ഞു. അയാൾക്ക് ബന്ധമില്ല, അഹങ്കാരമില്ല, അഭിമാനമില്ല, വികാരമില്ല. എന്നാൽ പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ച ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ ഗുണം കൊണ്ട് ഇന്ദ്രിയാദികൾ നടത്തുന്ന പ്രവൃത്തികൾ മുഴുവൻ അതിൻ്റെ കർത്താവ് താനാണ് എന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ സുഖദുഃഖാദി ഭേദാവസ്ഥകളിൽ വികാരമുള്ളവനായിട്ട് തീരുന്നു. കർത്തൃത്വം ഭോക്തൃത്വം എന്ന ബുദ്ധി അയാൾക്കുണ്ടാവുന്നു. ഇതൊക്കെ അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. ഇതാണ് അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബന്ധനം എന്ന് ഭാഗവതം പറയുന്നു. ഇങ്ങനെ അജ്ഞാന ലക്ഷണത്തിൽ ഈ ബന്ധനത്തിലിരിക്കുന്ന പുരുഷൻ ബദ്ധനാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ. ഇവിടെ പറയുന്നു കർത്താഹമിതി മന്യത്തെ. പ്രകൃതി കാര്യങ്ങളായ ഇന്ദ്രിയങ്ങളുടെ വൃത്തികളെ തന്നിൽ ആരോപിക്കുമ്പോൾ കർത്തൃത്വഭാവം കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ബദ്ധന് എപ്പോഴും ദുഃഖമാണ്, മുക്തനോ എന്നും ആനന്ദമാണ്. ഏവം വിരക്ത ശയന ആസനാടനമജ്ജനേ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു. ഇങ്ങനെ വിരക്തി പ്രാപിച്ച ആള് ശയനേ ആസനാടനമജ്ജനേ, ശയനത്തിലും ഇരിപ്പ്, സഞ്ചാരം, സ്നാനം എന്നിവയിലും, ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു, കാഴ്ച, സ്പർശനം, ഘ്രാണം, ഭോജനം, ശ്രവണം ഇതുകളിലും ഒക്കെ തന്നെ ആ വിരക്തി ഉള്ളതുകൊണ്ട് അയാൾ ഒരിക്കലും ബദ്ധനാവുകയില്ല. അയാൾ എന്നും മുക്തനായിട്ട് നിലനിൽക്കുന്നു. ഇരിപ്പിലും കിടപ്പിലും സഞ്ചാരത്തിലും സ്നാനത്തിലും കാഴ്ചയിലും സ്പർശനത്തിലും ഗന്ധത്തിലും ഭോജനത്തിലും ശബ്ദത്തിലും സർവ്വവ്യാപാരങ്ങളിലും കർത്തൃത്വമില്ല എന്ന ദൃഢഭാവം ഒരു മുക്തന് എന്നെന്നും ഉണ്ടാവുന്നു. അതുകൊണ്ട് അയാൾക്ക് ദുഃഖമുണ്ടാവുന്നില്ല. ന തഥാ ബധ്യത്തെ വിദ്വാംസ് തത്ര തത്രാദയൻ ഗുണാൻ പ്രകൃതിസ്ഥോപ്യസംസക്തോ യഥാഘം സവിതാനില. തത്ര തത്ര ഗുണാൻ ആദയൻ, ഓരോന്നിലും ഗുണങ്ങളെ അനുഭവിക്കാനായിട്ട് പ്രകൃതിസ്ഥ, പ്രകൃതിയിലിരിക്കുന്നവനാണെങ്കിലും അസംസക്ത, അഭിമാനരഹിതനായി, ഘം സവിത അനില യഥ, ആകാശം, സൂര്യൻ, വായു ഏതു തരത്തിലാണോ അറിവുള്ളവൻ ആ വിധത്തിൽ നബധ്യത ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. ബന്ധനത്തിൽ അകപ്പെടാതിരിക്കാൻ അറിവുള്ളവൻ ഉപയോഗിക്കുന്ന വിചാരത്തെ കാണിക്കുകയാണ്. ഞാൻ വിഷയങ്ങൾ അനുഭവിക്കുന്നവനല്ല, കർമ്മങ്ങൾ നടത്തുന്നവനല്ല, ഇന്ദ്രിയങ്ങൾ അതതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ സന്നിധാന വിശേഷം അവർക്കതിനുള്ള ശക്തി നൽകി, അതിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർ നടത്തുന്ന വ്യാപാരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാസീനനായ സാക്ഷിക്ക് കർമ്മഫലങ്ങളുടെ അനുഭവമില്ല. അതേപോലെ അറിവുള്ളവൻ സാക്ഷിയായിരിക്കുന്നു, ഒരിക്കലും ആസക്തിയുള്ളവനാവുന്നില്ല. അപ്പോൾ ആസക്തിയുടെ ബന്ധനം ഉണ്ടാവില്ല. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആകാശത്തെ എല്ലാ പദാർത്ഥങ്ങളും ആശ്രയിക്കണമെങ്കിലും ആകാശത്തിന് അതിനോട് ചർച്ചയില്ല. ജലത്തിൻ്റെ ധർമ്മമായ തണുപ്പ് സൂര്യനെ ബാധിക്കില്ല, അല്ലേ? ജലഗതങ്ങളായ ചലനാദികളും സൂര്യന് ബാധകമല്ല. എല്ലായിടത്തും സഞ്ചരിക്കുന്ന വായുവിന് സുഗന്ധ ദുർഗന്ധം അത് സംബന്ധമില്ല. അതിൽ കൂടെ പോകുമ്പോൾ ആ ഗന്ധം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന് ദേഹയോഗവും പുണ്യപാപങ്ങളുടെ ഫലാനുഭവങ്ങളുമില്ല. ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് അറിവുള്ളവന്, ജ്ഞാനിക്ക്, ആ മുക്തന് ഒരു തരത്തിലുള്ള ബന്ധനവും അനുഭവപ്പെടണില്ല എന്ന് അവിടെ സൂചിപ്പിച്ചു. വൈശാരദ്യേക്ഷയാ സംഘശിതയാ ഛിന്ന സംശയ പ്രതിബുദ്ധൈവ സ്വപ്നാനാത്വാൽ വിനിവർത്തത്തെ അസംഘശിതയാ. സംഘാഭാവത്തിൽ മൂർച്ച കൂടിയതും വൈശാരദ്യ സാമർഥ്യമുള്ളതുമായ ഈക്ഷയ നോട്ടം കൊണ്ട് ഛിന്ന സംശയ സംശയം തീർന്നവനായി സ്വപ്നാത് പ്രതിബുദ്ധായിവ സ്വപ്നത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ നാനാത്വാൽ വിനിവർത്തതെ അനേകത്തിൽ നിന്ന് നിവർത്തിക്കണു എന്നാണ്. വൈരാഗ്യം വർദ്ധിക്കുമ്പോൾ സൂക്ഷ്മദർശനത്തിനുള്ള ശക്തി കൂടിക്കൂടി വരും. അതാണ് സംഘാഭാവം കൊണ്ട് മൂർച്ച കൂടിയത്. അപ്പോൾ സംശയ വിപരീതാദി ദോഷങ്ങൾ മുഴുവൻ ഇല്ലാതെയാവും.
അങ്ങനെ ഇരിക്കുന്ന അറിവുള്ള ആള്, ഉറക്കത്തിൽ നിന്നുണർന്ന ആൾക്ക് സ്വപ്നപദാർത്ഥങ്ങൾ എങ്ങനെയാണോ വിട്ടുപോണത് അതേപോലെ എല്ലാ ഭാവങ്ങളും ഇയാളെ വിട്ടിരിക്കണം. ആത്മാവിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും അയാൾ കാണുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ആ 13ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 14ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത
ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ, ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി, ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര, ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര, ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ, ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത, ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ, ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ, തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച, ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന, യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ, കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.